ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ലേസേഴ്സ് ഒന്ന് തറോലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാണ്. ലേസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. പേര് തന്നെ അതിൻ്റെ പ്രോസസ്സും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ലേസർ എന്ന് പറയുന്നത്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഉപയോഗിച്ച് ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുന്നു. അതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് 2 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിമുലേറ്റഡ് എമിഷനും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻവേർഷനും. ഞാൻ ആ ഒരു 2 കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനകത്ത് 2 എനർജി ലെവൽസ് ഉണ്ട്. E1 ആൻഡ് E2. സപ്പോസ് E1നകത്ത് N1 നമ്പർ ഓഫ് ആറ്റംസും E2നകത്ത് N2 നമ്പർ ഓഫ് ആറ്റംസും ആണ് ഉള്ളത്. ഇൻ കേസ് N1 മച്ച് ഗ്രേറ്റർ ദാൻ N2, അങ്ങനെ ഒരു സിനാരിയോ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ നോർമൽ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം ഓഫ് ആറ്റംസ് അതിലോട്ട് ഒരു റേഡിയൻ്റ് എനർജി, അതായത് ഫോട്ടോൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോവർ ലെവലിലുള്ള ആറ്റംസ് എക്സൈറ്റഡ് ലെവലിലോട്ട് പോകും. ഈ ഫോട്ടോൺ എന്നുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങേര് അപ്പർ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റം അപ്പർ ലെവലിലെത്തി, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്ന ഈ ആറ്റം കേട്ടോ. അപ്പോൾ ഇത് ഒരു 10⁻⁻8 സെക്കൻഡ്സ് വരെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കും. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യും, അത് താഴേക്ക് പോകും. ഇതിൻ്റെ ഒരു ഡി എക്സൈറ്റേഷൻ ട്രാൻസിഷൻ നടക്കും. എങ്ങോട്ടേക്ക്? നമ്മുടെ ലോവർ ലെവലിലേക്ക്. അന്നേരം റാൻഡം ഡയറക്ഷനും റാൻഡം പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു റേഡിയൻ്റ് എനർജി, അതായത് ഒരു ഫോട്ടോൺ തന്നെ പലതരത്തിലുള്ളത് ജനറേറ്റ് ആവും. ഇപ്പോൾ മൾട്ടിപ്പിൾ ആറ്റംസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പിന്നെ പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അങ്ങനെ ആറ്റംസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഈ ഡി എക്സൈറ്റേഷൻ ട്രാൻസിഷൻ നടക്കും, ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യും. ഈ സ്പോണ്ടേനിയസ് എമിഷനിൽ എന്താണ് ആക്ച്വലി നടന്നത്? പ്രത്യേകിച്ചൊരു എക്സ്റ്റേണൽ കോസേഷൻ ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോൺ എമിഷൻ ആണ് ഇവിടെ നടന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡി എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു ഹയർ ലെവലിലുള്ള ആറ്റം ലോവർ ലെവലിലേക്ക് പോവുകയും ഒരു ഫോട്ടോൺ അതുവഴി ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സെനാരിയോയിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോണിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള മറ്റൊരു ഫോട്ടോൺ ജനറേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ആ 2 ഫോട്ടോൺസിൻ്റെയും ഫേസും ഫ്രീക്വൻസിയും പോളറൈസേഷനും ഡയറക്ഷനും എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫോട്ടോൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് കൂടുതൽ വേണം, എങ്കിൽ മാത്രമേ കൂടുതൽ ഫോട്ടോൺസ് ജനറേറ്റ് ആവുള്ളൂ. അവിടെയാണ് പോപ്പുലേഷൻ ഇൻവേർഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മോർ ആറ്റംസ് വേണം. അത് എനർജി, അതായത് ഈ ഗ്രൗണ്ട് ലെവലിനേക്കാൾ കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് ലെവലിൽ വേണം. ഇവിടെയുള്ള ആറ്റംസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പിങ് മെക്കാനിസംസ് യൂസ് ചെയ്യണത്. പമ്പിങ് മെക്കാനിസംസ്. ഈ പമ്പിങ് മെക്കാനിസം പലതരത്തിലുള്ളതുണ്ട്. അത് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ പമ്പിങ് ആവാം, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ആവാം. അപ്പോൾ ഇതിനകത്ത് ഏത് ടൈപ്പ് പമ്പിങ് മെക്കാനിസം വേണം എന്നുള്ളത് ഇതിനകത്ത് വരുന്ന ആക്റ്റീവ് മീഡിയത്തിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ലേസറിൻ്റെ ബേസിക് എലമെന്റ്സ്, ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ആക്റ്റീവ് മീഡിയം, അതായത് ലേസിങ് മീഡിയം കാണുക. ടൈപ്സ് ഓഫ് ലേസേഴ്സ് നമ്മുടെ മെറ്റീരിയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ്, അതുപോലെ തന്നെ ഗ്യാസ് ലേസേഴ്സ്, അതുപോലെ സെമി കണ്ടക്ടർ ലേസേഴ്സ്, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ലേസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏത് ലേസിങ് മീഡിയം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇപ്പൊ റൂബി ലേസർ ആണെങ്കിൽ അതിനനുസരിച്ച്, ഗ്യാസ് ലേസർ ആണെങ്കിൽ അങ്ങനെ ഹീലിയം നിയോൺ മിക്സ്ചർ യൂസ് ചെയ്യാം, ഓർഗാനിക് ഡൈസ് യൂസ് ചെയ്യാം, സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ലേസിങ് മീഡിയം കാണും നമുക്ക്.
അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് സോഴ്സ് കാണും. പമ്പിങ് മെക്കാനിസം അപ്ലൈ ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ ഒരു പമ്പ് സോഴ്സ് ഇതേ കണ്ടോ, പമ്പ് സോഴ്സ് കാണും. ഇതിനകത്ത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ടെർമിനോളജിയാണ് ഒപ്റ്റിക്കൽ റെസണേറ്റർ. ഈ ഒപ്റ്റിക്കൽ റെസണേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ മീഡിയത്തിന്റെ രണ്ടറ്റത്തും 2 മിറേഴ്സ് പ്ലേസ് ചെയ്യാണ്. അതിനകത്ത് ഒരെണ്ണം ഫുള്ളി റിഫ്ലക്റ്റീവ് ആയിരിക്കും, ഹൈലി റിഫ്ലക്റ്റീവ്, മറ്റത് പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയിരിക്കും. ഈ ഒപ്റ്റിക്കൽ റെസണേറ്റർ മെക്കാനിസം ഉണ്ടല്ലോ, അതാണ് ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്ത് ബൗൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഈ മിറർ ഉണ്ടല്ലോ, അതാണ് ലേസർ ബീമായിട്ട് ലൈറ്റ് പുറത്തേക്ക് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ലേസറിന്റെ ബേസിക്സ് വരുന്നത്. ഇനി നിങ്ങൾ മെറ്റീരിയൽ വായിക്കുമ്പോൾ ഈ ഫണ്ടമെന്റൽസ് എല്ലാം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വായിച്ചു നോക്കുമോ നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ടൈം വേസ്റ്റ് ആക്കാനില്ല. ഇനി നമുക്ക് 80 ഡേയ്സും കൂടിയേ ഉള്ളൂ. ഇന്നൊക്കെ 80th ഡേ നമ്മുടെ എക്സാം ആണ്. സോ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യാം. See you in the next video. Bye for now.